ന്യൂസിലേക്ക് സ്വാഗതം. ഇന്റർപോൾ തേടിക്കൊണ്ടിരിക്കുന്ന പിടികിട്ടാപ്പുള്ളി അൽ പപ്പൂസ് ഇന്ത്യയിലേക്ക് കടന്നതായി സൂചന. യു ബ്ലോക്ക് നിവാസികൾ പ്രതീക്ഷയിൽ. പ്രശസ്ത ട്രോളൻ ഹഫീസ് പപ്പൂസ് വിവാഹിതനാകുന്നു. സംഭവത്തെ പഴയ ഗേറ്റ് ടോപ്പർ അമ്പി അപലപിച്ചു. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ കുറ്റവാളി 2015 യു ബ്ലോക്ക് കവർച്ച കേസിലെ മുഖ്യപ്രതിയുമായ അൽ പപ്പൂസ് ഇന്ത്യയിലേക്ക് കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. PD ബ്ലോക്ക് കഴിഞ്ഞാൽ IASലെ ഏറ്റവും പ്രശസ്തമായ യു ബ്ലോക്കിൽ നിന്നും 1 വർഷം മുമ്പ് വിലമതിക്കാനാവാത്ത മുതലുകൾ കവർന്ന കേസിൽ ബാംഗ്ലൂർ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ശ്രീ അൽ പപ്പൂസ്. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ തേപ്പേഴ്സ് എന്ന സംഘടനയുടെ സ്ഥാപക നേതാവും പ്രചാരകനുമാണ് അൽ പപ്പൂസ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് ഭരണാധികാരിയെ തേച്ചതിനെ തുടർന്ന് നാട് കടത്തപ്പെട്ട പപ്പൂസ് സഹോദര സംഘടനയായ അൽ ഖ്വയ്ദയുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് കടക്കുകയും ഇടപ്പാൾ, തൃശൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായി കള്ളപ്പേരിൽ ഒളിച്ചു താമസിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം സ്വന്തം നാടായ തേപ്ലിംഗയെ രക്ഷിക്കുവാനും അൽ തേപ്പേഴ്സിനെ ഉദ്ധരിക്കുവാനും കഴിഞ്ഞ വർഷം ഫ്രാൻസിലേക്ക് കടന്ന പപ്പൂസ് യു ബ്ലോക്കിൽ നിന്നും കോടികൾ വിലയുള്ള മോഷണ മുതലും കൊണ്ടാണ് കടന്നു കളഞ്ഞത്. കോഹിനൂർ രത്നം പോയതിൽ പിന്നെ ഇന്ത്യക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അതെന്ന് അന്നത്തെ സിമ സെക്രട്ടറി അനൂപ് തോമസ് പറഞ്ഞിരുന്നു. അന്ന് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റ് ട്രോൾ ന്യൂസ് പുറത്തുവിടുകയാണ്. ട്രോൾ ന്യൂസ് എക്സ്ക്ലൂസീവ്. ജാദുവിന്റെ ലോക്കറ്റ്. സ്വന്തം പ്ലാനറ്റുമായി ബന്ധപ്പെടാനുള്ള ജാദുവിന്റെ പ്രധാന ആശയവിനിമയ ഉപാധിയായിരുന്നു ആ ലോക്കറ്റ്. കൂടാതെ പകൽ സമയങ്ങളിൽ സോളാർ സെല്ലായും രാത്രി സമയങ്ങളിൽ ബാത്റൂമിൽ പോകാനുള്ള ടോർച്ച്, LED ലൈറ്റുള്ള വാച്ച് എന്നിങ്ങനെ മൾട്ടി ടാസ്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൂല്യ വസ്തു. ഇത് പോയതോടെ സ്വന്തം നാടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ആ പാവം യുവാവ് ഇന്ന് കേഴുകയാണ്. നിലവറ സിയുടെ സ്വർണ്ണ താക്കോൽ. യു ബ്ലോക്കിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീമാൻ പണ്ഡിറ്റ് ജി തന്റെ സ്പോർട്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന 4 നിലവറകളിൽ ക്രിക്കറ്റ് ഉപകരണങ്ങൾ മാത്രം സൂക്ഷിച്ചിരുന്ന നിലവറ സിയുടെ താക്കോൽ ഇത് നഷ്ടമായതോടെ തന്റെ SCL ബെഞ്ച് ഭാവി അവസാനിച്ചതായി പണ്ഡിറ്റ് ജി പറഞ്ഞു. ഓസിൽ ആശാന്റെ വശീകരണ ഏലസ്. ഒരു കാലത്ത് IAC പെൺകുട്ടികളുടെ രോമാഞ്ച കഞ്ചുക് ആയിരുന്ന ആശാൻ ഇന്ന് ഈ ഗതിയിലെത്താൻ കാരണവും പപ്പൂസ് ആണെന്ന് പറയപ്പെടുന്നു. ആശാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ അരയിൽ കെട്ടിയിരുന്ന ഏലസ് മീശ മാധവൻ സ്റ്റൈലിൽ പപ്പൂസ് മോഷ്ടിക്കുകയായിരുന്നു. ഇതുകൂടാതെ ജോബിന്റെ മഞ്ഞ സ്കിപ്പും ശ്രീ മുൾബ്രോയുടെ പുറത്തു പറയാൻ പറ്റാത്ത പല സാധനങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കവർച്ചയോടെ യു ബ്ലോക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. പപ്പൂസിനെ പിടികൂടാൻ പറ്റുമെന്നും യു ബ്ലോക്കിലേക്ക് ആ പഴയ ഐശ്വര്യം തിരിച്ചു വരുമെന്നും യു ബ്ലോക്ക് നിവാസികൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ട്രോൾ ന്യൂസിൽ ഇനിയൊരു ഇടവേള. അടിയില്ല, വെടി മാത്രം. പ്രശസ്ത ട്രോളൻ ഹഫീസ് വിവാഹിതനാകുന്നു. ഇങ്ങനെ ഒരു ദുരന്തം ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതിൽ ഖേദമുണ്ടെന്ന് ശ്രീമതി വിനില NV അറിയിച്ചു. ബാച്ചിലേഴ്സ് അസോസിയേഷൻ ഓഫ് IAC ഭായ് ഇവിടെ ചിരകാല പ്രസിഡന്റായ രോഹിത് സോമൻ പപ്പൂസിന്റെ ഭായ് അംഗത്വം ക്യാൻസൽ ചെയ്യുമെന്നും ഈ ദിവസം വരും വർഷങ്ങളിൽ കരിദിനമായി ആചരിക്കുമെന്നും അറിയിച്ചു. ഈ സംഭവത്തെ ശ്രീമാൻ അമ്പി അപലപിച്ചെങ്കിലും കഴിഞ്ഞ ആഗസ്റ്റ് 5 രഹസ്യവിവാഹം ചെയ്ത അമ്പിക്കയുടെ വോയിസിൽ നിന്ന് കുങ്ഫു 2ാം റെഡ് ബെൽറ്റ് നേടിയ ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഭായ് അഖിലേന്ത്യാ സെക്രട്ടറി കുങ്ഫു പറമൻ അറിയിച്ചു. ട്രോൾ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹഫീസ് ഈ വിവാഹത്തോടെ ഓൺലൈൻ തേപ്പിൽ നിന്ന് വിരമിച്ച് സാരി, ചുരിദാർ, ബെഡ്ഷീറ്റ് തുടങ്ങിയ സാധനങ്ങളുടെ തേപ്പിലേക്ക് തിരിയുമെന്ന് സൂചനകളുണ്ട്. പപ്പൂസിന്റെ ഈ തീരുമാനം ട്രോൾ മഹാസഭയ്ക്ക് തീരാ നഷ്ടമാണെന്നും വിവാഹം പോലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ നിന്നും നാം മാറി നിൽക്കണമെന്നും ട്രോളേഴ്സ് ആൻഡ് തേപ്പേഴ്സ് അസോസിയേഷൻ ടാറ്റയുടെ യൂണിവേഴ്സൽ പ്രസിഡന്റ് തേപ്പശ്രീ ഗൃഗരാജ തേപ്പൻ അവർ അരുൾ ചെയ്തു. ശ്രീ പപ്പൂസിന് എല്ലാ വിവാഹമംഗളം നേർന്നുകൊണ്ട് വാർത്തകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.